നമസ്കാരം സുഹൃത്തുക്കളെ. ശിവരാത്രി. ഇന്ന് ശിവരാത്രി നോക്കുന്ന ആളുകൾ ധാരാളം ഉണ്ടാകാം നമ്മുടെ ഇടയിൽ. ശിവരാത്രിയിൽ പ്രധാനമായും ഏതെങ്കിലും ശിവക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയോ രാത്രി ഉറങ്ങാതെ നിന്ന് ഉണർന്നു നിന്ന് രാവിലെ വരെ നമ്മൾ കഴിക്കുന്ന രീതിയിലാണ് ഇപ്പോഴും നമ്മൾ ശിവരാത്രിയെ ആഘോഷിക്കുന്നത്, ശരി, അല്ലെങ്കിൽ അനുഷ്ഠിക്കുന്നത്. അന്നേരം എന്താണ് ഈ ശിവരാത്രിയുടെ ഈ രാത്രിയിലെ ഉറക്ക് ഒഴിവാക്കുന്നത് അഥവാ രാത്രി ഉറങ്ങാതെ ഉണർന്നിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള തത്വം എന്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഓരോ വ്രതത്തിനും ഓരോ അനുഷ്ഠാനത്തിനും ഓരോ ആചാരത്തിനും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള രീതികളാണ് ഉള്ളത്. അന്നേരം എന്താണ് ശിവരാത്രിക്ക് മാത്രം നമ്മൾ പ്രധാനമായും ഈ ഉറക്കൊഴിയുന്നത്, രാത്രി ഉണർന്നിരിക്കുന്നത്, ഒരു ഉണർവ് അതിൻ്റെ പിന്നിലുണ്ട്. ശിവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു അനുഷ്ഠാനത്തിൻ്റെയും പിന്നിൽ നമുക്ക് ഒരു ഉണർവ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സമസ്യയെ കാണാൻ പറ്റും. ശരി, എന്താണ് ശിവരാത്രിയിലെ ഉണർവ്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. എന്താണ് അന്തൊക്കെ ശിവൻ എന്ന് പറയുന്ന ഒരു ശിവക്ഷേത്രത്തിൽ നമ്മൾ അവിടെ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെയോ ഉറങ്ങാതെ ഉണർന്നിരിക്കുന്നു എന്നതിന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തേണ്ട മാറ്റം എന്താണ് എന്ന് വെച്ചാൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ശിവരാത്രിയിലെ ആ ഉണർവ് നമ്മുടെ സ്വന്തം അന്ധകരണത്തിൻ്റെ ഉണർവാണ്. ശരി, അകത്തുള്ള നമ്മുടെ ആന്തരികമായിട്ടുള്ള എല്ലാ ആ അന്ധകരണം എന്ന് പറയുന്ന ആ ഒരു ആന്തരികമായിട്ടുള്ള മനസ്സ്, എന്നിൽ ഞാനാകുന്ന എൻ്റെ ആത്മസത്ത, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ബോധം, ആ വെറുതെ ഒരു ബോധം ഉണ്ടാകുക എന്നുള്ളതല്ല, മറിച്ച് ആ ഒരു ബോധത്തിൻ്റെ ഉണർന്നിരിക്കുന്ന ജാഗ്രതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ശിവരാത്രിയിലെ ഉണർവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അത് മനസ്സിലാകുന്ന. പൂർവികമായിട്ടുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് അനുഷ്ഠിക്കുന്ന രീതിയിലായിരുന്നില്ല ശിവരാത്രിയൊക്കെ അനുഷ്ഠിച്ചു കൊണ്ടിരുന്നത്. ശരിക്കും കാരണം അവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ദിവസം മാത്രം എന്നതിനേക്കാൾ ഉപരി ശിവനായിത്തീരാൻ, ശിവൻ ആരാണ്, പൂർണ്ണമായ ബോധസത്തയാണ്, പരിപൂർണമായ ജീവൻ്റെ പരിപൂർണമായിട്ടുള്ള അവസ്ഥയാണ് ശിവൻ എന്ന് പറയുന്നത്. ശരി, അതല്ല സാധാരണ മനുഷ്യബോധത്തിൽ നിന്നും ശിവബോധത്തിലേക്ക്, മൃഗബോധത്തിൽ നിന്നും നമ്മൾ എന്നോ പരിണമിച്ച് മനുഷ്യനായി തീർന്നു. ശരിക്കും മൃഗബോധത്തിൽ നിന്ന് ഉപരിയായി എന്നതുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും മനുഷ്യ ശരീരം ലഭ്യമായിട്ടുള്ളത്. അതിനൊരു കണക്കുണ്ട്. ഒരു ജീവാത്മാവ് എന്ന് പറയുന്ന സമയത്ത് ഒരു പ്രത്യേക സമസ്യയാണ്, നമ്മുടെ ജീവനിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്ന് പറയുന്നത്. മറിച്ച് എത്രമാത്രം പരിശുദ്ധമാക്കപ്പെടുന്നു അല്ലെങ്കിൽ പരിണമിക്കപ്പെടുന്നു ജീവൻ, അതിനനുസരിച്ച് അതിൻ്റെ ബോധമണ്ഡലത്തിന് വ്യത്യാസം ഉണ്ടായി. അങ്ങനെ ബോധമണ്ഡലം ഉയർന്ന ജീവനുകളെയാണ് നമ്മൾ ശ്രേഷ്ഠമായ ആത്മാക്കൾ എന്നൊക്കെ പറയുന്നത്. ശരി, അങ്ങനെ എത്രമാത്രം ശ്രേഷ്ഠതയുണ്ടോ അതിന് ഒരു മൃഗത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്നും പരിണമിച്ച് ശ്രേഷ്ഠത കൈവരിച്ചത് കൊണ്ടാണ് നമുക്കൊക്കെ മനുഷ്യ ജന്മം കിട്ടിയിട്ടുള്ളത്. ഇനിയും ഇത് പരിണാമത്തിൻ്റെ അവസാന ഘട്ടത്തിലായിട്ടില്ല, ഇനിയും നമ്മൾ പരിണമിക്കേണ്ടതുണ്ട്. അന്നേരം ഇനിയും മനുഷ്യനായി നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്നും, മനുഷ്യ തലത്തിൽ നിന്നും ശിവബോധത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആദ്യത്തെ പടവാണ് ആ ഒരു ശിവബോധം ഉണ്ടാകുക. ശിവബോധം നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശിവനായി തീരാൻ വേണ്ടിയിട്ട് ആദ്യമായി നമുക്ക് ഉണ്ടാകേണ്ടത് നമ്മുടെ അന്ധകരണത്തിൽ വരേണ്ട അല്ലെങ്കിൽ വരുത്തേണ്ട ആ ഒരു ഉണർവാണ്. ആ ഒരു ഉണർവാണ് ശിവരാത്രി എന്ന് പറയുന്ന ഇന്ന് വ്രതം എടുക്കുന്നത്. ഈ ആന്തരികമായ ഉണർവിന് നമുക്ക് വേണ്ടത് സ്വയം അതിനെക്കുറിച്ചുള്ള ഒരു ബോധം ആദ്യം ഉണ്ടാകുക എന്നുള്ളതാണ്. അതിനുശേഷം മനഃശുദ്ധിയിലേക്ക് നമ്മൾ വരണം. ശരി, മനസ്സ് ശുദ്ധമാകാതെ നമ്മുടെ ശരീരത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള അവസ്ഥകൾ എത്ര ശുദ്ധീകരിക്കപ്പെട്ടിട്ടും കാര്യമില്ല. ശരി, അതുകൊണ്ട് ആഭ്യന്തര ശുദ്ധിയിൽ ആദ്യം വരുന്ന അന്ധകരണത്തിൻ്റെ ശുദ്ധീകരണം എന്ന് പറയുന്ന സമയത്ത് അതിൽ പ്രധാനമായും വരുന്നത് മാനസികമായിട്ടുള്ള ശുദ്ധീകരണം തന്നെയാണ്. ശരി, അതിനുശേഷമാണ് ശരീരത്തിലെ ബാഹ്യമായിട്ടുള്ള ശുദ്ധാശുദ്ധികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ശരി, ഇത് ജാതി വ്യവസ്ഥകൾക്കോ ജാതി സമ്പ്രദായങ്ങൾക്കോ അല്ലെങ്കിൽ വർണ്ണ നിയമങ്ങൾക്കോ ഒന്നും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങൾക്ക് ബാധകമല്ല. ഇത് ശരിക്കും ഇതാണ് യഥാർത്ഥത്തിലുള്ള, ഇതിനൊക്കെ ഉപരിയായി നിൽക്കുന്ന യഥാർത്ഥ പരിണാമ വിഷയത്തിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ശരി, അതല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ചിട്ടുള്ള കാര്യത്തിനനുസരിച്ചുള്ള ജാതി വർണ്ണ വ്യവസ്ഥകൾക്ക് അനുസരിച്ചാണ് ഈ അനുഷ്ഠാനങ്ങൾ പോകുന്നത് എന്ന് വെക്കരുത്. പ്രധാനമായിട്ട് ശിവരാത്രി ഈ നമ്മൾ നോക്കുന്ന സമയത്ത് വർണ്ണ നിയമം കൊണ്ട് നോക്കുകയാണെങ്കിൽ ഈ പരമശിവൻ പോലും ആരാണ് എന്ന് വെച്ചാൽ ദക്ഷനാൽ അപഹസിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. ശരിക്കും എന്തുകൊണ്ട് നീചകുലജാതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശിവനെ, സാക്ഷാൽ പരമശിവനെ പോലും റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ധർമ്മത്തിലാണ് നമ്മളിന്ന്
മുന്നോട്ട് പോയിക്കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നത്. അതായത് പരിപൂർണമായിട്ടുള്ള ബോധത്തിലും പരിപൂർണമായിട്ടുള്ള ജീവനും ആരാണോ നേടിയിട്ടുള്ളത്, നമ്മുടെ നിലവിലുള്ള നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ദർശനങ്ങൾ അങ്ങനെ നേടിയൊരു വ്യക്തിയെ പോലും അശുദ്ധനാണ്, നീചകുലജാതനാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ കൂടി മാത്രം അറിവ് ശേഖരിച്ചാൽ പോരാ, ശരി, മറിച്ച് സത്സംഗത്തിൽ കൂടിയും കൃത്യമായിട്ടുള്ള വ്യാഖ്യാനത്തിൽ കൂടിയും സ്വയം മനനത്തിൽ കൂടി ഈ 4 ഘടകങ്ങൾ കൂടി ചേരുന്ന സമയത്തെ നമുക്ക് പഠനം പൂർത്തീകരിക്കപ്പെടുന്നുള്ളൂ. ആചാര്യ പാദമതത്തെ പാദം ശിക്ഷ സ്വമേധയ പാദം സബ്രഹ്മചാര്യവ്യൂ പാദം കാലക്രമേണ ഇങ്ങനെ ഈ 4 പാദങ്ങൾ കൂടി ചേരുന്ന സമയത്തെ ഒന്നാകുന്നുള്ളൂ. ശരി, അതുകൊണ്ട് തന്നെ എന്താണ് ശിവൻ എന്നുള്ളത് പൂർവികമായിട്ട് നമ്മുടെ സംസ്കൃതിയിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് അനുഭവത്തിൽ കൂടി വന്നിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. ശിവൻ എന്ന് പറഞ്ഞ ജീവൻ തന്നെയാണ്. ശരിക്കും ജീവൻ്റെ പരമമായിട്ടുള്ള ബോധമാണ് പരമശിവത്വത്തിലേക്ക് നിങ്ങൾ പരമജീവൻ ആകുന്നത്. ശരി, അത് തന്നെയാണ് ബുദ്ധൻ ബോധി എന്നതുകൊണ്ടും ബോധോദയം ഉണ്ടായി എന്ന് പറയുന്നത് കൊണ്ടും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ബോധത്തിൻ്റെ പരിപൂർണതയാണ് ബുദ്ധൻ. ശരി, കാരണം ബുദ്ധനായാലും ശരി, ശിവനായാലും ശരി, ജൈനനായാലും ശരി, സിദ്ധനായാലും ശരി, എല്ലാം എന്താണ് ജീവൻ്റെയും ബോധത്തിൻ്റെയും പരിപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടുന്ന ആദ്യത്തെ പടിയാണ് നമ്മളെ സംബന്ധിച്ച് ഈ അന്ധകരണത്തിൻ്റെ ശുദ്ധി. അന്ധകരണ ശുദ്ധി എന്നാൽ മാനസികമായിട്ടുള്ള ശുദ്ധിയാണ് ആദ്യം നമുക്ക് ആവശ്യം. മാനസികമായി നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടു എങ്കിൽ അത് ഓരോരുത്തർക്കും സ്വയം ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് സാമ്പത്തികമായിട്ടുള്ള ചിലവുകളില്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും കഠിനമായിട്ടുള്ള അനുഷ്ഠാനത്തിൽ കൂടി നമ്മൾ പോകണമെന്നില്ല. ശരി, മനസ്സിനെ എപ്പോഴും ശുദ്ധീകരിച്ചിരിക്കുക, മനസ്സിൽ നന്മ ഉണ്ടാക്കിയിരിക്കുക. അങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായി സത്യസന്ധമായിട്ട് നന്മയും ശുദ്ധീകരണവും മാനസികമായിട്ടുള്ള ഒരു തലത്തിൽ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു അവസരം നിങ്ങളുടെ മുന്നിൽ പ്രകൃതി തന്നെ ഒരുക്കി തരും. ശരി, ആയതുകൊണ്ട് ശിവരാത്രി എല്ലാവരും അതിൻ്റേതായിട്ടുള്ള സത്തയിൽ ഉൾക്കൊണ്ട് അനുഷ്ഠിക്കുക. എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ ബോധവും എല്ലാം ഉന്നതമായിട്ടുള്ള ഒരു സമസ്യയിലേക്ക്, ഒരു തലത്തിലേക്ക് മാറ്റപ്പെടാനുള്ള ഒരു ആരംഭമായിട്ട് ഇന്നത്തെ ശിവരാത്രിയെ എല്ലാവരും കണക്കാക്കുക. അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി ഏത് രീതിയിലാണ് ഈ ജീവബോധത്തിനെയും മനുഷ്യനെയൊക്കെ നമുക്ക് പരിണമിപ്പിച്ച് ശ്രേഷ്ഠമായ തലങ്ങളിലേക്ക് പരിണമിപ്പിച്ച് അതിൻ്റെ ഉന്നതമായിട്ടുള്ള തലങ്ങളിലേക്ക് എത്തേണ്ടത്, അതിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്കത് എത്രമാത്രം അതിന് സഹായകമാണ്, എത്രമാത്രം ആ അനുഷ്ഠാനങ്ങൾ നമുക്കതിനെതിരായി വരുന്നത്, നമ്മൾ ചെയ്യുന്ന നല്ലത് എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരുപടി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ആ ഒരു സ്വാഭാവിക പരിണാമത്തിന് എതിരായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് സ്വാഭാവിക പരിണാമത്തിന് അനുകൂലമായിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മുടെ ഒരു സംസ്കൃതിയിൽ നമുക്ക് അനുകൂലമായിട്ടുള്ളതിനെ എടുക്കാൻ, നമുക്ക് വേണ്ടാത്തതിനെ തിരസ്കരിക്കാനും ഉള്ള ഒരു അവബോധമാണ് നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാകേണ്ടത്. ശരി, ആയതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ ഇനി വരും വീഡിയോസുകളൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.